അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ നടന്ന അതിഭയാനകരമായ തീപിടുത്തത്തെക്കുറിച്ചും അതുണ്ടാക്കിയ നാശനഷ്ടങ്ങളെക്കുറിച്ചും ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇന്നലെയാണ് ഉറങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ ഷെയർ ചെയ്തു തരുന്നത്. നിന്റെ ആ വീഡിയോ ട്രോളിക്കൊണ്ട് ആരിഫ് ഹുസൈൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിന്നെ മാത്രമല്ല പ്രമുഖരായ സാബിൻ സ്പെറ വരെ ഇത്തരത്തിൽ ആ വീഡിയോയിൽ ട്രോളിയിട്ടുണ്ട്. അതൊന്ന് പോയി വാച്ച് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞു. ഞാൻ അവൻ്റെ ചാനൽ എടുത്ത് സെർച്ച് ചെയ്ത് ആ വീഡിയോ കണ്ടുപിടിച്ചു. ഞാനത് വാച്ച് ചെയ്തു. അതിൽ അവൻ വെച്ച എവിഡന്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കി. അതായത് അമേരിക്കക്ക് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. 24 hour കൊണ്ട് തീപിടുത്തം അണച്ചു. കൂടുതൽ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടേ ഇല്ല. ജസ്റ്റ് ഒന്ന് വാച്ച് നോക്കി. ജനുവരി 11 സാറ്റർഡേ ഉച്ചയ്ക്ക് 1 മണിക്കാണ് കേട്ടോ. നിങ്ങൾ നോക്കിക്കേ, ഞാനിപ്പോ ഹോളിവുഡ് സൈൻ ബോർഡിന്റെ താഴെ നിൽക്കുന്നത് കേട്ടോ. മാത്രമല്ല ഇത് ഹോളിവുഡ് ഹിൽസ് ആണ്. എല്ലാം പഴയ പോലെ തന്നെ ഉണ്ട്. ശരിയാണ്, ഹോളിവുഡ് ഹിൽസിൽ ഫയർ ഉണ്ടായി. പക്ഷേ അത് 24 മണിക്കൂറിനകം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി. മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള എയർക്രാഫ്റ്റുകളുടെ സഹായത്തോടെ ഇത് സ്റ്റോപ്പ് ചെയ്തത് കേട്ടോ. ലോസ് ആഞ്ചലസ് സിറ്റി നോക്കിക്കേ, ഹോളിവുഡിന്റെ ലോങ് വ്യൂ കണ്ടോ. ഹോളിവുഡ് ഹിൽസിലെ സെലിബ്രിറ്റീസ് ഒക്കെ താമസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയ ഇത് കേട്ടോ. എന്റെ പൊന്നു ചേച്ചി, സോറി ചേച്ചിയെ പറഞ്ഞിട്ട് കാര്യമില്ല. ചേച്ചിയുടെ വീഡിയോ എടുത്ത് വോയിസ് എടുത്ത് പലരെയും ട്രോളിക്കൊണ്ട് എവിഡൻസ് ആയിട്ട് ഈ വീഡിയോ വെച്ച് ഷെയർ ചെയ്യുന്ന എന്റെ പൊന്നു ആരിഫ് ഹുസൈനെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. 24 മണിക്കൂറിനുള്ളിൽ ലോസ് ആഞ്ചലസിലെ ആ തീ കെട്ടണഞ്ഞിട്ട് അവിടുത്തെ അന്തരീക്ഷം ശാന്തമായിട്ടുണ്ടെങ്കിൽ ഓരോ മനുഷ്യരും ഹാപ്പിയാണ്. അതല്ലാതെ ലോസ് ആഞ്ചലസ് എന്ന നഗരം മുഴുവൻ കത്തി നശിച്ചു, അവരുടെ വീടുകൾ, ബിൽഡിങ്ങുകളുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ മുഴുവൻ നശിച്ചു. ഉടുക്കാൻ വസ്ത്രമില്ല, അല്ലെങ്കിൽ കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, കുട്ടികൾ നശിച്ചു, സ്ത്രീകൾ നശിച്ചു. ഇതൊന്നും ഇങ്ങനത്തെ വാർത്തകൾ കേട്ട് സന്തോഷ പുളകിതമാകുന്ന ഒരു മലീനസമായ അല്ലെങ്കിൽ നിർവീജമായി കിടക്കുന്ന ബുദ്ധി വികസനമില്ലാത്ത ആ ഒരു മൈൻഡിലല്ല ഈ വീഡിയോ ചെയ്ത ഓരോരുത്തരും വീഡിയോ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഫലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ അറുതിയില്ലാതെ എണ്ണും കണക്കുമില്ലാതെ ചില രാഷ്ട്ര തലവന്മാരുടെ മൈൻഡിൽ ഉദിക്കുന്ന നിർവീജമായി കിടക്കുന്ന ബോധമില്ലാത്ത ഓരോ ചിന്തകളും, അത് ചെയ്യുന്നവരെ ആയുധം കൊടുത്ത് സഹായിക്കുന്ന ബില്യൺ കണക്കിന് എമൗണ്ടുകൾ അതിനുവേണ്ടി ചെലവഴിക്കുന്നവരെ ചോദിക്കാനും പറയാനും ആരും വരില്ല എന്നുള്ളവർക്ക് ഒരു മുന്നറിയിപ്പ് മാത്രമാണ് ലോസ് ആഞ്ചലസിലെ ഈ കാട്ടു തീപിടുത്തം. ആ ചേച്ചി, ആ സ്ത്രീ സൂചിപ്പിച്ചതുപോലെ ആരിഫ് ഹുസൈൻ എവിഡൻസ് ആയി വെച്ച ആ വീഡിയോയിൽ പറയുന്നത് പോലെ 24 മണിക്കൂറിനുള്ളിൽ അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ നടന്ന കാട്ടുതീപിടുത്തം അണക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇനി അത് ഓക്കെ അല്ല, ഇപ്പോഴും അവർ പ്രശ്നത്തിലാണ്, അവർ വിഷമത്തിലാണ്, അങ്ങനെ ഒരു ഡിബേറ്റിന് ആരും പോകുന്നില്ല. പക്ഷേ ആ 24 മണിക്കൂറിനുള്ളിൽ അമേരിക്കക്ക് ഉണ്ടായ നാശനഷ്ടങ്ങളാണ് നാം ചിന്തിച്ചു നോക്കേണ്ടത്. 59.5 അപ്രോക്സിമേറ്റ്ലി 60-നടുത്ത് സ്ക്വയർ മൈൽസ് ഏരിയ കത്തി നശിച്ചു. 12,000-ഓളം ബിൽഡിങ്ങുകൾ ഡാമേജ് ആയി പോയി. അതുപോലെ തന്നെ 24 മണിക്കൂറിനുള്ളിൽ വെറും 24 ഹവറിനുള്ളിൽ 200 ബില്യണിലധികം ലോസ്റ്റ് അമേരിക്കക്ക് ഈ ഒരു നാശനഷ്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതായത് അമേരിക്കൻ ഹിസ്റ്ററിയിൽ വെച്ചിട്ട് മോസ്റ്റ് ഡാമേജ് കോസ്റ്റ് ലിസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ 4ാമതാണ് നിലവിൽ ഈ സംഭവം, ഈ നാശനഷ്ടം കിടക്കുന്നത്. അപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ ഇത്രയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ നാശനഷ്ടങ്ങൾ നടക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പാണ് ഡൊണാൾഡ് ട്രംപ് ഒരു പ്രസ്താവന പുറത്തുവിട്ടത്. ഒരു നിലക്കും ഒരു കോംപ്രമൈസിനും ഒരുക്കമല്ല, നോർത്ത് ഈസ്റ്റ് മുഴുവൻ കത്തി ചാമ്പലാക്കുമെന്ന്. അതുപോലെ ജെയിംസ് ഹൂട്ടിനെ പോലെ ഒരുപാട് ഇമോഷണൽ ടോക്ക് അബൌട്ട് ഹിസ് എവാലുവേറ്റിംഗ് ഹിസ് ലോസസ് ഓഫ് ഹിസ് ഹോം ഡ്യൂ ടു ദി ലോസ് ആഞ്ചലസ് വേൾഡ് ഫയർ. അതായത് ജെയിംസ് ഹൂട്ടിന്റെ ഒരുപാട് ഇമോഷണൽ ആയ ടോക്കുകളൊക്കെ നമ്മൾ കണ്ടു. വീട് നഷ്ടപ്പെട്ടു. ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തത് നോ സീസ് ഫയർ, നോ കോംപ്രമൈസ്. അതായത് കത്തി നശിപ്പിക്കുക തന്നെ ചെയ്യും. ഇത്തരത്തില് കൊള്ളേണ്ടവർക്ക് കൊണ്ട രീതിയിൽ 24 അവർ മാറിയിട്ടുണ്ടെങ്കിൽ എന്നെ ചിന്തിപ്പിച്ചൊരു സംഭവമുണ്ട്. പണ്ട് കാബ് പൊളിക്കാൻ പോയ ഒരു ടീമിനെ പക്ഷികളെ കൊണ്ട്, അബാബീൽ എന്ന പക്ഷികളെ കൊണ്ട്, ആ സൈന്യത്തെ തന്നെ, ആന സംഘത്തെ തന്നെ ആനകൾ കൊണ്ട് കൊടുമ്പിരി കൊള്ളാൻ വന്ന ആ സമുദായത്തെ മുഴുവൻ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ, ഒരു തെറ്റും ചെയ്യാത്ത പിഞ്ചോമന മക്കളെ സ്വന്തം മാതാപിതാക്കളെ മുന്നിൽ വെച്ചിട്ട് എണ്ണും കണക്കുമില്ലാതെ കൊന്ന് കൊല വിളിച്ച് അതിന് ആനന്ദം കണ്ടെത്തുന്ന, ഒരു സന്തോഷ പുളകിതമാകുന്ന ഈ മലീനസമായ മൈൻഡുള്ള, മനുഷ്യത്വം ഒരു തുള്ളി പോലും ബാക്കിയില്ലാത്ത ഈ നീരസമായ ഹൃദയം കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയ തലവന്മാർക്ക് ഒരു മുന്നറിയിപ്പ് മാത്രമാണ് ലോസ് ആഞ്ചലസിൽ ഈ കാട്ടു തീപിടുത്തം. അൽഹംദുലില്ലാഹ്, ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു ദിവസം മുമ്പാണ് ഇസ്രായേലും ഹമാസും വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടത്. ആ മക്കളുടെ സന്തോഷമൊക്കെ കാണുമ്പോൾ പടച്ച തമ്പുരാനെ എത്ര ഹാപ്പിയാണ്. ആ മുഖങ്ങളെ, പിഞ്ചോമന കുഞ്ഞുങ്ങളുടെ മുഖത്തെ ആ സ്മൈൽ, ആ പുഞ്ചിരി ഒന്ന് കാണുമ്പോൾ ഇനിയും ഈ മക്കളെയും കൊന്ന് ഇങ്ങനെ നടക്കാനാണ് ഈ രാഷ്ട്ര തലവന്മാരുടെ ബോധമണ്ഡലത്തിൽ ഉദിക്കുന്നതെങ്കിൽ അവർക്കുള്ള സൂക്തം തന്നെയാണ്, അവർക്കുള്ള എവിഡൻസ് ആണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ.